മംഗലശ്ശേരി മാധവമേനോന്റെ തൃപ്പുത്രനും മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ. മംഗലശ്ശേരി മാധവമേനോന്റെ കാറാ. മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ വിചാരിച്ചാൽ നടക്കും. അതെ, സത്യം. നീ അദ്ദേഹത്തിന്റെ മകനല്ല എന്നുള്ള സത്യം. നിന്റെ പാരമ്പര്യം പിഴച്ചു പെറ്റൊരു അമ്മയുടേതാണ് മോനെ. എല്ലാം കൊണ്ട് യോഗ്യനായ ഒരാളായിരുന്നു. രാജരക്തം തന്നെയാണ് ഈ ദേഹത്തോട് ഒഴുകുന്നത്. അല്ല, കൊടുക്കുന്നെങ്കിൽ മറ്റാര് തരുന്നേക്കാൾ 1000 രൂപ കൂടുതൽ ഞാൻ തരാം. എടോ, മംഗലശ്ശേരി മുറ്റത്ത് കയറി വന്ന് വസ്തു വിൽക്കുന്നോന്ന് ചോദിക്കാനുള്ള ധൈര്യം നിനക്ക്? നിന്റെ വാപ്പ അന്തർവാപ്പിള ഈ പടിപ്പുരക്ക് ഇപ്പുറം കാല് കുത്തിയിട്ടില്ല. വിൽക്കും, ഇനിയും വിൽക്കും. നീ ഇല്ല തോന്നിയ എന്റെ അച്ഛന്റെ സ്വത്താ വിൽക്കുന്നത്. അത് വാങ്ങിക്കുന്നതിന് വേണം ഒരു യോഗ്യത. വീരാൻകുട്ടി മുമ്പ് പറഞ്ഞത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. സമ്മതമാണ് ഈ കച്ചവടം ഉറപ്പിക്കാം. ഫുൾ ക്യാഷ് ഇപ്പൊ തന്നെ കൈ തരും. വരേ, അത് ഉറപ്പിച്ചോളൂ. എന്നാ അങ്ങനെ തന്നെ. വാപ്പാ, അതിങ്ങോട്ട് എടുത്തോളി. ഫുൾ ക്യാഷാ. അതാ വീരാൻകുട്ടിയുടെ കച്ചവടം. വാപ്പാ, നിങ്ങൾ തന്നെ അത് മേനോൻകുട്ടിയുടെ കയ്യിലങ്ങോട്ട് കൊടുത്തേക്ക്. എന്നെ തല്ലുന്നതിനേക്കാൾ എനിക്ക് നോവും ശരീരത്തിനല്ല, മനസ്സിന്. കുഞ്ഞീഷൻ നമ്പ്യാരെ അനന്തര ശേഖരണം നല്ലവണ്ണം വാങ്ങിക്കും. പിടയ്ക്കാൻ തുടങ്ങിയ രണ്ടിന്റെ ദേഹത്ത് ചോര ഒരുപാട് പൊടിയും. മംഗലശ്ശേരി നീലകണ്ഠൻ പറഞ്ഞവരോട് മര്യാദ വിട്ട് സംസാരിക്കരുത്. അത് മൂപ്പർക്ക് കുറച്ചിലുണ്ടാകും. നീലകണ്ഠനോ സാക്ഷാൽ പരമശിവനോ ആരൊരാളായാലും പടിക്ക് പുറത്തിറങ്ങിക്കൊള്ളണം. ആ ചിലങ്ക കെട്ടിക്കൂടെ? നിങ്ങളുടെ മരണത്തിന് ശേഷമേ അതുണ്ടാവൂ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. കൊന്നുകളയും ഞാൻ. പഠിക്കില്ല കേട്ടോ. പുതിയ ആളായതുകൊണ്ടാ ഇവിടെ ചോദിച്ചാ മതി.